ഇന്ന് ഇന്ത്യയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കടകളിൽ, വാഹനങ്ങളിൽ തലക്കെട്ടായൊക്കെയും കൊടികൾ കാണപ്പെടാറില്ലേ? എന്താണിത്? എന്തിനാണിവ? കുട്ടികളോട് ഇവ എന്താണ് സംസാരിക്കുന്നത്? ആഘോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും കഥകൾ പറയുന്നവയാണ് കൊടി തോരണങ്ങൾ. പതാക ഉയർത്തലും എവറസ്റ്റിൽ പതാക സ്ഥാപിക്കലും സ്കൂൾ വാർഷികങ്ങളും തിരുനാളുകളും ഓർമ്മയെ കീഴടക്കട്ടെ. പതാകകൾ അടയാളപ്പെടുത്തലുകളാണ്. പക്ഷേ ഇത് ഇന്ന് ശത്രുതയെ, വിഭാഗീയതയെ, കച്ചവടത്തെ, മത്സരത്തെ, അകൽച്ചയെ വളർത്താനുള്ള വലിയ വായിലെ കഠോര ശബ്ദമായിട്ട് വളരുകയാണ്. തലക്കെട്ടായും രാഷ്ട്രീയ ആയുധമായും സ്വജാതിയെ ആകർഷിക്കാനും തരംതിരിവുകൾ നടത്തുന്ന ഉപകരണമായും അധികാരത്തിൻ്റെ, ദേഷ്യത്തിൻ്റെ, ഗർവിൻ്റെ, വികാരത്തിൻ്റെ ചോര തിളപ്പായും കൊടികൾ മാറുകയാണ്. വൈര്യത്തിൻ്റെ പതാകകൾ പറക്കുകയാണ്. ഇതിലൂടെ പൊതുവായി വൈരാഗ്യവും വൈര്യവും വിഭാഗീയതയും പറയാൻ ഇന്ന് അറപ്പില്ലാതായിട്ട് മാറിയിരിക്കുകയാണ്. ഈ പതാകകളുടെ കാറ്റും കാഴ്ചയും ചർച്ചയും കുട്ടികളെയും തലോടുന്നുണ്ട്. ആകർഷണമായി, ആജ്ഞയായി, അകൽച്ചയായി, വേർതിരിവായി, അപകടം ഒളിച്ചിരിക്കുന്നതിൻ്റെ അടയാളമായി പതാകകൾ കുഞ്ഞുങ്ങളുടെ മനസ്സും ഹൃദയവും കീഴടക്കുന്നു. അവരെ വശീകരിക്കുന്നു. ശരിയായി ചിന്തിക്കാനുള്ള അവരുടെ ശേഷിയെ ഇല്ലാതാക്കുന്നു. വിഭജനത്തിൻ്റെയും വൈര്യത്തിൻ്റെയും പതാകകൾ എന്തുമാത്രം പാറിപ്പറക്കണം എന്ന് സമൂഹം ചിന്തിച്ച് തീരുമാനമെടുക്കാൻ സമയമെടുക്കും. സമൂഹത്തെ നിയന്ത്രിക്കുന്നവരുടെ മോഹങ്ങളെ നിയന്ത്രിക്കാൻ ആർക്കാണ് സാധിക്കുക? പക്ഷേ മക്കൾക്ക് നേരിൻ്റെയും നെറിവിൻ്റെയും സമാധാനത്തിൻ്റെ പതാകകൾ വീടുകളിൽ കൈമാറപ്പെടണം. പല മതസ്ഥരും വ്യത്യസ്ത ജാതിക്കാരും ഒന്നിച്ചിരുന്ന് പഠിക്കണം. പരസ്പര ബഹുമാനത്തിൻ്റെ പാഠം കാരണവന്മാർ തന്നെ പഠിപ്പിക്കണം. അകൽച്ചയ്ക്കുള്ള കൊടികളല്ല, ഒന്നിപ്പിക്കുന്ന പതാകകൾക്ക് ശക്തി കൂടണം. പല മതസ്ഥരായ കൂട്ടുകാരും പരസ്പര ബഹുമാനത്തിൻ്റെ വഴികളും ശീലങ്ങളും ലഭിക്കുന്ന പഠനാന്തരീക്ഷവും കളിസ്ഥലങ്ങളും കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കണം. വൈര്യം മത്സരിക്കുന്നിടത്ത് സമാധാനത്തിൻ്റെ പ്രകാശം കെടാതെ സൂക്ഷിക്കണം.